MES College Kochi, Mundamberi, near Thoppumadi, Kochi. Contact 0484298067 7902980067. ഷീജ പടിപ്പുരക്കലിന്റെ കഥാസമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകയും കഥാകാരിയുമായ ഷീജ പടിപ്പുരക്കലിന്റെ ആമിന താത്തയുടെ മുട്ടക്കോഴി എന്ന കഥാസമാഹാരവും അക്ഷരങ്ങളെ പ്രണയിച്ചവൾ എന്ന കവിതാ സമാഹാരവും കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്തു. AJ ജെയിംസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മാള കോൺഗ്രസ് പ്രസിഡന്റ് സുനില സിബി, രാജൻ ടീച്ചർ എന്നിവർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്നിവിടെ കോൺഗ്രസിന്റെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് ചേർന്നാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രകാശനം നടക്കുന്നു. നമ്മൾ സാറ് സൂചിപ്പിച്ചതുപോലെ എത്രയോ കാലഘട്ടം എഴുത്തിലൂടെയും വായനയിലൂടെയും ജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരെ ചിന്തിപ്പിക്കാനും ആ ചിന്തയിലൂടെ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും നമ്മുടെ നാടിന് കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് ഈ നാടിൻ്റെ മുതൽക്കൂട്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നിരക്ഷരരായിട്ടുള്ള ഒരു സമൂഹം, ആ നിരക്ഷര സമൂഹത്തെ അക്ഷരാഭ്യാസത്തിലേക്ക്, അക്ഷരം പഠിപ്പിക്കാനും അവരെ മനുഷ്യരാക്കുവാനും ഒരു മനുഷ്യൻ്റെ അവരെന്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധർമ്മം, അവരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവരെ മനസ്സിലാക്കി കൊണ്ടുവരാനും അതിലൂടെ പ്രവർത്തിപ്പിക്കാനും അത് അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സമൂഹത്തിനും ഒക്കെ അതുകൊണ്ട് ഗുണമുണ്ടാക്കുവാനും നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ നാടുകളിലും അങ്ങനെ തന്നെയാണ്. കേരള സാഹിത്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ TS ജോയ് പുസ്തക അവലോകനം നടത്തി. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, DCC സെക്രട്ടറി ശ്രീകുമാർ, ബേസിൽ മേലേന്ദ്ര, K ഷെയ്ൻ, ഏണസ്റ്റ്, ഷിജു ചിറ്റേപ്പിള്ളി, AJ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ഷീജ പടിപ്പുരക്കലിനെ സാംസ്കാരിക കൊച്ചി, നന്മപൂക്കൾ, കൊച്ചിവൻ, നാരങ്ങമിഠായി എന്നീ സംഘടനകൾ ആദരിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരുടെ സാന്നിധ്യം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് തന്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്തെല്ലാമെന്ന് കണ്ടെത്താതെ തന്നെ കാലം കഴിഞ്ഞു പോകുന്നു എന്നതാണ്. അതിന് ഒരു ഉദാഹരണവും ഞാൻ പറയാം. 1900 അതിലേക്ക് ഓർത്തുവരും. കാരണം അത്രമാത്രം ഒരു സംഭവം ചെറിയ വാക്കുകളിലൂടെ ഹൃദയസ്പർശിയായി എഴുതാൻ ശ്രീധർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.